ഹലോ മക്കളെ, സൗമ്യ മിസ് ആണ്. അപ്പോൾ ഓണം എക്സാമിന് ബേസിക് സയൻസിൽ ചോദിക്കാൻ പോകുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നേക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ ഒറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ക്ലാസ് 5 ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇത് ചെയിൻ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഒറ്റയല്ല ഒരു ജീവിയും എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ അല്ലേ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മിസ് ഇവിടെ പറയുന്നത്. ഈ ഒരു നോട്ട് കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ നമ്മളെ A+ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തോളാം. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്തേ. എന്നിട്ട് സെക്കൻഡ് ലിങ്ക് കണ്ടോ നിങ്ങൾ, 4 നോട്ട്സ് അല്ലെങ്കിൽ 4 അവർ ഓണം എക്സാം സ്പെഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ജോയിൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാം. നമ്മൾ ഫസ്റ്റ് പഠിക്കാനുള്ളത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണമാണ്. ഈ പ്രകാശ സംശ്ലേഷണം എന്തായാലും നിങ്ങളോട് ചോദിക്കും. അപ്പം എൻ്റെ മക്കൾ ഫസ്റ്റ് ബേസിക് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. നമ്മളും ശ്വസിക്കുന്നുണ്ട്, പ്ലാന്റ്സും ശ്വസിക്കുന്നുണ്ട് അല്ലേ. നമ്മളും വളരുന്നുണ്ട്, പ്ലാന്റ്സും വളരുന്നുണ്ട്. അപ്പോൾ നമ്മളും ശ്വസിക്കുന്നുണ്ട്, പ്ലാന്റ്സും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്വസനത്തിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ എന്താണ് അതായത് റെസ്പിറേഷൻ്റെ ടൈമിൽ നമ്മളായാലും പ്ലാന്റ്സ് ആയാലും, അതായത് ഹ്യൂമൺ ആയാലും അല്ലെങ്കിൽ എന്താണ് പ്ലാന്റ്സ് ആയാലും, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എടുക്കുന്ന ഗ്യാസ് ഏതാണ് എന്നുള്ളതാണ്. നമ്മൾ എടുക്കുന്ന ഗ്യാസ് ഓക്സിജൻ ആണ്. പുറം തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇതാണ് ശ്വസന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റെസ്പിറേഷൻ്റെ ടൈമിൽ നമ്മളായാലും ചെടിയായാലും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം ചെയ്യുന്ന സമയത്ത് ചെടി ചെയ്യുക. പ്രകാശ സംശ്ലേഷണം ചെടികളിലല്ലേ നടക്കുള്ളൂ. അപ്പോൾ ചെടി എന്താ ചെയ്യുക? അതായത് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ടൈമിൽ നമ്മൾ പ്ലാന്റ്സ് അല്ലെങ്കിൽ ചെടികൾ എന്താ ചെയ്യുന്നത്? നേരെ തിരിച്ചിട്ട്, അതായത് CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, ഓക്സിജൻ പുറം തള്ളുന്നു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ആരുണ്ടാകും? നമ്മളെ സൂര്യൻ ഉണ്ടാകും അല്ലെങ്കിൽ സൺ ഉണ്ടാവണം. അതായത് മക്കളെ, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം നടക്കുള്ളൂ. അപ്പം സൺലൈറ്റ് ഉണ്ടാവുന്നത് എപ്പോഴാ? സൺലൈറ്റ് ഉണ്ടാവുന്നത് ഡേ ടൈമിലാണ് അല്ലെങ്കിൽ പകൽ സമയത്താണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് എന്തായിരിക്കണം? പകലായിരിക്കണം. പകല് മാത്രമേ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുള്ളൂ. ആരുണ്ടാവും? സൺ ഉണ്ടാവും അല്ലെങ്കിൽ സൺലൈറ്റ്, സൂര്യപ്രകാശം വേണം. കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, ഓക്സിജൻ പുറന്തള്ളുന്നു. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് പോയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി ഇവിടെ മിസ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. എല്ലാന്നുണ്ടെങ്കിൽ ഈ മിസ് എഴുതിയ കാര്യം മാത്രം മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അവിടെ എന്തായാലും എഴുതാൻ വേണ്ടി പറ്റും. ഉറപ്പാണ്. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ A ഗ്രേഡ് പോവില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് പഠിക്കാനുള്ളത്, നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് അല്ലേ, ഇലകളിൽ വേണ്ടുന്നതായിട്ടുള്ള ഒരു പിഗ്മെൻ്റ് ആണ് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം, ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം അല്ലേ. അപ്പം എന്താണ്, ഇല ഗ്രീൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഇല ഗ്രീൻ ആണെങ്കിൽ അവിടെ ഏത് പിഗ്മെൻ്റാണ് ഉണ്ടാവുക? ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം എന്ന് പറയുന്ന പിഗ്മെൻ്റാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇല ഗ്രീനിൽ മാത്രമല്ല നിങ്ങൾ കാണാറ്, റെഡിൽ കാണാറുണ്ട്, ഓറഞ്ചിൽ കാണാറുണ്ട്, യെല്ലോയിൽ കാണാറുണ്ട് അല്ലേ. അപ്പോൾ റെഡിലാണ് കാണുന്നതെങ്കിൽ എന്തായിരിക്കും? ആന്തോസയാനിൻ എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ആണുള്ളത്. ഇനിയോ ഓറഞ്ചിലാണ് കാണുന്നെങ്കിലോ കെരോട്ടിൻ എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ആണുള്ളത്. ഇനി മഞ്ഞയിലാണ്, യെല്ലോയിലാണ് കാണുന്നെങ്കിലോ സാന്തോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ആണ് അതിലുള്ളത്. അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കാറുണ്ട് മക്കളെ, അതായത് ഇതിലൊക്കെ
ഇതിലൊക്കെ എന്തുണ്ട്, ഹരിതകമുണ്ട് അല്ലെങ്കിൽ ക്ലോറോഫിൽ ഉണ്ട്. ബട്ട് ഇതിൻ്റെ അളവ് കുറവാണ്. ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ഇല്ലെങ്കിൽ ഈ ചെടികളിലൊക്കെ ഫോട്ടോസിന്തസിസ് നടക്കുമോ, പ്രകാശ സംശ്ലേഷണം നടക്കുമോ? ഇല്ല. ഹരിതകം അല്ലേ, ക്ലോറോഫിൽ വേണം നമുക്ക് പ്രകാശ സംശ്ലേഷണം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൊക്കെ എന്തുണ്ട്, ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ഉണ്ട്. ബട്ട് എന്താണ്, അളവ് കുറവാണ്. ഇപ്പം ചുവന്ന ഇലയിലാണെങ്കിൽ ആന്തോസയാനിനാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്, ഓറഞ്ച് ആണെങ്കിൽ കരോട്ടിനാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്, യെല്ലോ ആണെങ്കിൽ നമ്മളെ സാന്തോഫിലാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് രണ്ടാമത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. എന്തായാലും മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ സെമിക്കോളൻ ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് ഇലകളിലെ സുഷിരങ്ങൾ അല്ലെങ്കിൽ പോർസിനെ പറ്റിയിട്ട്. ഇതിനെന്താ നമ്മൾ വിളിക്കുക, സ്റ്റൊമാറ്റ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക നമ്മൾ, സ്റ്റൊമാറ്റ. അത് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റില്ല. നമ്മൾ മൈക്രോസ്കോപ്പ് എന്ത് ചെയ്യണം, മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പം എന്തിനാണ് ഇത്, അതായത് ഫോട്ടോസിന്തസിസ് കഴിയുമ്പം നമ്മൾ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, ഓക്സിജൻ പുറന്തള്ളുന്നു അല്ലേ. അപ്പോൾ ഈ പുറന്തള്ളുന്ന ഓക്സിജൻ പുറത്തോട്ടേക്കൊക്കെ പോകണ്ടേ. അപ്പോൾ ഓക്സിജൻ റിലീസ് ആവുന്ന സമയത്ത് പുറത്തോട്ടേക്കൊക്കെ പോകേണ്ടത് ഇലകളിലെ സുഷിരങ്ങളിലെ കൂടിയാണ്, അല്ലെങ്കിൽ ഈ ലീഫിൽ പറഞ്ഞേക്കുന്ന സ്റ്റൊമാറ്റയിൽ കൂടിയാണ്. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി മിസ് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളോട് ചിലപ്പം ചോദിക്കാം ഫോട്ടോസിന്തസിസിൻ്റെ പ്രൊഡക്റ്റ് എന്താണ് എന്ന് ചോദിക്കാം. അതായത് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞാൽ എന്ത് സാധനമാണ് കിട്ടുക, നിങ്ങൾ ഫുഡ് എന്നൊന്നും എഴുതി വെക്കാൻ പാടില്ല. എന്തായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, എന്ത് പുറന്തള്ളുന്നു, നമ്മൾ ഓക്സിജൻ ആണ് പ്രൊഡക്റ്റ് കേട്ടോ. നമ്മൾ പ്രൊഡക്റ്റ് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞാലുള്ള പ്രൊഡക്റ്റ് ഏതാണ് മക്കളെ, ഓക്സിജൻ ആണ്. അതായത് അതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഓക്സിജൻ അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, ഓക്സിജൻ പുറന്തള്ളുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോ. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇവിടെ ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് അടിപൊളിയായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ ആദ്യം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും, ഡിസംബർ 31 നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചു തീർക്കും. അതായത് പബ്ലിക് എക്സാമിന് വേണ്ടുന്ന ചാപ്റ്റേഴ്സ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, ഡിസംബർ 31 നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കും. പിന്നെ നിങ്ങൾ നോക്കിക്കോ, നമുക്ക് ജനുവരി ഫെബ്രുവരി എന്തായിരിക്കും, റിവിഷൻ ലൈവുകളായിരിക്കും, നിങ്ങളെ സെറ്റാക്കി തരും. പിന്നെയോ നമുക്ക് ഓരോരോ എന്തുണ്ട്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ട്. അതായത് നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് തരും, അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ടൈം ടേബിൾ തരും എജുപോർട്ടിൻ്റെ ആപ്പ് കേട്ടോ. പിന്നെയോ നമുക്ക് സബ്ജക്റ്റ് വൈസ് ക്ലബ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും 2 വീതം എക്സാം ഉണ്ട്. ഒരു മാസം നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചോ അത്രയും ചാപ്റ്റേഴ്സിൻ്റെ മന്ത്ലി ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് മുൻകാല ചോദ്യങ്ങളും ആൻസർ കീസും കിട്ടും. അതുപോലെ തന്നെ എന്താണ്, ഇനി വരാൻ പോകുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീകളും തരും. അതുപോലെ തന്നെ എജുപോർട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓണം എക്സാമിന് എന്തുണ്ട്, മോഡൽ എക്സാം നടത്തിയിട്ടുണ്ട് എജുപോർട്ടിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിന് മോഡൽ എക്സാം നടത്തും, പബ്ലിക് എക്സാമിന് മോഡൽ എക്സാം നടത്തും, വിത്ത് ആൻസർ കീയും നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ ഓരോ കുട്ടിക്കും ഓരോ മെൻറ്റർ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം മിസ്സിൻ്റെ കൂടെ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ടീച്ചേഴ്സിൻ്റെ കൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ആപ്പിൽ തന്നെ ഒരു AI ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ഗെയിം കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ പഠിക്കുന്നതിന് നിങ്ങളെ പോയിൻറ്റ്സ് എന്ത് ചെയ്യും, പോയിൻറ്റ്സ് കൂടി വരും കേട്ടോ. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും ഫൗണ്ടേഷൻ ബാച്ചും ഫ്രീ ആണ്. വെറും 2299 2299 രൂപക്കാണ് ഈ ഒരു വർഷത്തെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ക്ലാസ് കിട്ടുന്നത്. ഡിസംബർ 31 കൂടി നമ്മളെല്ലാം കംപ്ലീറ്റ് ആക്കി പഠിക്കൂടാ. സ്കൂളിലൊക്കെ നിങ്ങളെല്ലാവരും പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കി പഠിക്കും. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫേസ്റ്റ് ലിങ്ക് കണ്ടോ, സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറഞ്ഞൊരു ഫേസ്റ്റ് ലിങ്ക് കണ്ടോ, ആ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ്, നിങ്ങളെ മീഡിയം കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. നന്നായിട്ട് പഠിച്ചോളണം. ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എന്തായിരിക്കും അടുത്ത വീഡിയോസ് ഇപ്പം തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ, സീ യു.